ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വെക്റ്റർ ഇൻ്റഗ്രേഷൻ എന്നുള്ള പാർട്ടാണ്. വെക്റ്റർ ഇൻ്റഗ്രേഷനിൽ ലൈൻ ഇൻ്റഗ്രൽസ് എന്താണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തു. ഇവാലുവേഷൻ ഓഫ് ലൈൻ ഇൻ്റഗ്രൽസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൽ പാരാമെട്രിക്കലി ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ലൈൻ ഇൻ്റഗ്രൽസിനെ കേർവിനെ നമുക്ക് തന്നിട്ടുള്ള കേർവ് പാരാമെട്രിക്കലി ഡിഫൈൻഡ് ആണ് എങ്കിൽ എങ്ങനെയാണ് അവിടെ ആ ഒരു കേസിൽ ലൈൻ ഇൻ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദി മെത്തേഡ് ഓഫ് ഇവാലുവേഷൻ കർവ് ഡിഫൈൻഡ് ബൈ ആൻ എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ. അതായത് y f of x എന്നുള്ള ഫംഗ്ഷൻ്റെ രീതിയിലാണ് കർവിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എങ്കിൽ ഈ കേസിൽ എങ്ങനെയാണ് ലൈൻ ഇൻ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. If the curve C is defined by an explicit function y f of x a less than or equal to t എന്നുള്ളതിന് പകരം x എന്ന് തന്നെ എടുക്കാം, a less than or equal to x less than or equal to b, we can use x as a parameter. Then അപ്പം തന്നിട്ടുള്ള ഫംഗ്ഷൻ y f of x a less than or equal to x less than or equal to b എന്നുള്ള ഫോമിലാണ് എങ്കിൽ നമുക്ക് y f of x ആണ് എങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് dy f dash x dx എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. ആൻഡ് ഡി എസ് ഇസ് ഈക്വൽ ടു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ഡി എസ് എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡി എസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് എന്നുള്ള ഫോമിൽ വന്നു. അങ്ങനെയാണ് എങ്കിൽ ഇന്റഗ്രൽസ് വരുന്നത് ഇന്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി എക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് വൈക്ക് പകരം എഫ് ഓഫ് എക്സ് എന്നുള്ള വാല്യൂ കൊടുത്തു, ഡി എക്സ് എന്നുള്ളത് സെയിം ആയിരുന്നു. ഇന്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി വൈ വന്നു കഴിഞ്ഞാൽ ഇവിടെ വൈക്ക് എഫ് ഓഫ് എക്സ് എന്നുള്ള വാല്യൂ കൊടുക്കും, ഡി വൈക്ക് എഫ് ഡാഷ് എക്സ് ഡി എക്സ് എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇന്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി എസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് റൂട്ട് ഓഫ് ഇന്റഗ്രൽ റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് എന്നുള്ള ഫോമിൽ വരും. അപ്പൊ ഇനി ഇപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇന്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യാം. ഇനി സി എന്നുള്ള കർവ് പീസ് വൈസ് സ്മൂത്ത് ആണ്. C is made up of the curves C1, C2, etc. Cn എന്നുള്ള ഫോമിലാണ് തന്നിട്ടുള്ളത് എങ്കിൽ ഇന്റഗ്രൽ ഓവർ C g of xy dc ds is equal to ഇന്റഗ്രൽ ഓവർ C1 g of xy ds plus ഇന്റഗ്രൽ ഓവർ C2 g of xy ds plus ഇന്റഗ്രൽ ഓവർ C3 g of xy ds എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു റിമാർക്ക്. സാധാരണ രീതിയിൽ line integrals appear as a sum integral over c p of xy dx plus integral over c q of xy dy എന്നുള്ള ഫോമിൽ നമുക്ക് ഇത് അറേഞ്ച് ചെയ്യാം. അപ്പോൾ പല പ്രോബ്ലംസിലും integral over c p dx plus integral over c q dy എന്നുള്ള ഫോമിൽ വരും. അപ്പോൾ ഇതിനെ എങ്ങനെയാണ്, ഇതിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് in common practice we write the sum as an integral without parenthesis as given below. ഇതിനെ നമുക്ക് integral over c p of xy dx plus integral q of xy dy എന്നുള്ള ഫോമിൽ എഴുതാം, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇന്റഗ്രൽ ഓവർ c p dx plus q dy എന്നുള്ള ഫോമിൽ എഴുതാം. അപ്പോൾ ലൈൻ ഇന്റഗ്രൽസിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്കവാറും ഈ ഒരു ഇന്റഗ്രലിന്റെ ഇടയിൽ ഒരു ചെറിയൊരു സർക്കിൾ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഈ ഒരു പലപ്പോഴും നിങ്ങൾ പല ഭാഗത്തും ഈ ഒരു സർക്കിളുള്ള ഇന്റഗ്രേഷന്റെ സിമ്പിൾ ഈ ഒരു സർക്കിൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ സർക്കിൾ റെപ്രസെന്റ് ചെയ്യുന്ന ലൈൻ ഇന്റഗ്രൽസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇന്റഗ്രലിന്റെ ഇടയിൽ ഒരു സർക്കിളിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇനി സെക്കൻഡ് പ്രോബ്ലത്തിലേക്ക് പോവാം. നെക്സ്റ്റ് പ്രോബ്ലം, ലെറ്റ് C denote the line segment y equal to 2x plus 1 minus 1 less than or equal to x less than or equal to 0 and g of xy is equal to 3x square plus 6y square. Evaluate the following line integrals. Integral over c g of xy dx, integral over c g of xy dy, integral over c g of xy ds. ഫസ്റ്റ് വൺ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് y equal to 2x plus 1 minus 1 less than or equal to x less than or equal to 0 എന്നുള്ളത് തന്നിട്ടുണ്ട്. Here the curve, given curve C is C column y equal to 2x plus 1 minus 1 less than or equal to x less than or equal to 0. Then dy equal to ഡിഫറൻഷിയേറ്റ് ചെയ്യാം f dash x dx. അപ്പോൾ 2x plus 1 എന്നുള്ളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 എന്നുള്ളത് കിട്ടും. അപ്പോൾ dy by dx is equal to 2 എന്ന് കിട്ടും. Therefore dy equal to 2 dx എന്ന് കിട്ടും. ds is equal to root of 1 plus f dash x whole square dx. It's equal to root of ഇവിടെ f dash x എന്ന് പറയുന്നത് വരുന്നത് 2 ആണ്,
അപ്പോൾ റൂട്ട് ഓഫ് 1 പ്ലസ് 2 സ്ക്വയർ ഡി എക്സ്. ഡി എക്സ് എന്ന് പറയുന്നത് ഈ റൂട്ടിന്റെ പുറത്താണ് വരുന്നത്. 1 പ്ലസ് 2 സ്ക്വയർ എന്ന് പറയുന്നത് റൂട്ട് 5 ഡി എക്സ് എന്നുള്ളത് കിട്ടി. അപ്പൊ ഇനി നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എളുപ്പമാണ്. ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു നമുക്ക് തന്നിട്ടുള്ളത് ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 3x സ്ക്വയർ പ്ലസ് 6xy സ്ക്വയർ എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. അപ്പൊ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇന്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് വൈയുടെ സ്ഥാനത്ത് എഫ് ഓഫ് എക്സ് എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇന്റഗ്രൽ -1 to 0 3x സ്ക്വയർ പ്ലസ് 6y എന്നുള്ളതിന്റെ സ്ഥാനത്ത് 2x പ്ലസ് 1 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 6 into 2x plus 1 whole square dx. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം, സിമ്പിൾ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇന്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി വൈ നമുക്ക് ഇതേപോലെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അതേപോലെ ഇന്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി എസ് എന്നുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാം. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. പ്രോബ്ലം 3. ഇവാലുവേറ്റ് integral of c xy dx plus x square dy where c is given by y equal to x cube minus 1 less than or equal to x less than or equal to 2. Okay, അപ്പോൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള the given curve c is y equal to x cube minus 1 less than or equal to x less than or equal to 2. ഇവിടുന്ന് dy കാണാം. dy equal to 3x square. y cube equal to x cube ആണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുക. dy by dx is equal to 3x square എന്ന് കിട്ടും. Therefore dy equal to 3x square dx. ds നമുക്ക് കാണണ്ട, കാരണം നമുക്ക് ഇവിടെ കാണാനുള്ളത് dy x by dx plus x square dy എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമുക്ക് dy മാത്രം കണ്ടാൽ മതി. Therefore integral over c xy dx plus x square dy equal to y equal to x cube എന്നുള്ള വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇന്റഗ്രൽ -1 to 2. ഇവിടെ ലിമിറ്റ് വരുന്നത് എക്സ് വേരി ചെയ്യുന്നത് -1 മുതൽ 2 വരെയാണ്. ഇന്റഗ്രൽ -1 to 2 എക്സ് ഇൻറ്റു വൈൻ്റെ സ്ഥാനത്ത് നമ്മൾ എക്സ് ക്യൂബ് y equal to x cube എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ഇൻറ്റു എക്സ് ക്യൂബ് ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ഈക്വൽ ടു 3x സ്ക്വയർ ഡി എക്സ്. അപ്പം ഇതിനെ നമുക്ക് ഇന്റഗ്രൽ -1 to 2 x raised to 4 plus 3x raised to 4 dx or integral -1 to 2 3x raised to 4 plus x raised to 4 4x raised to 4 എന്ന് വരും. ആ 4നെ നമ്മൾ ഇന്റഗ്രേഷന് പുറത്തെടുത്തു. നമുക്ക് ഇത് ഈ ഒരു രീതിയിൽ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാം. ഇനി അത് കംപ്ലീറ്റ് ഇന്റഗ്രേറ്റ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നത് 132/5 എന്നുള്ളത് ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ c x square y cube dx minus xy square dy where c is the square with vertices -1 -1 1 -1 1 1 and -1 1 in the counterclockwise direction. അപ്പം നമുക്കിവിടെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഇന്റഗ്രൽ ഓവർ സി എക്സ് സ്ക്വയർ വൈ ക്യൂബ് ഡി എക്സ് മൈനസ് എക്സ് വൈ സ്ക്വയർ ഡി വൈ എന്നുള്ളത് തന്നെയാണ്. സി എന്നുള്ളത് ദി പാത്ത് ഓഫ് ഇന്റഗ്രേഷൻ ഈസ് ദി curve C is the square with vertices -1 -1 1 -1 1 1 -1 1 in the counterclockwise direction. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു കർവ് സ്കെച്ച് ചെയ്യാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം കർവ് നമ്മൾ ഏതാണോ പാത്ത് ഓഫ് ഇന്റഗ്രേഷൻ അത് ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് 4 വെർട്ടീസസ് ജോയിൻ ചെയ്യുന്ന സ്ക്വയർ ആണ് എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആ സ്ക്വയർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് 4 പോയിന്റ്സ് നമ്മൾ പ്ലോട്ട് ചെയ്യാം. അപ്പം -1 -1 എന്ന് പറയുന്ന പോയിന്റ്, x -1 y -1 എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ്, 1 -1 x equal to 1 y equal to -1 ഈ ഒരു പോയിന്റ്, 1 1 x equal to 1 y equal to 1 and -1 1 x equal to -1 y equal to 1 എന്നുള്ള ഈ പോയിന്റ്. അപ്പോൾ 4 പോയിന്റ്സ് കിട്ടി. ഇനി ഇവ ജോയിൻ ചെയ്യും, ഈ 4 പോയിന്റ്സുകളെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സ്ക്വയർ കിട്ടി. ഇനി അത് ഒന്നുകൂടെ തന്നിട്ടുണ്ട് ഇൻ ദി കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കർവ് മൂവ് ചെയ്യുന്നതിന്റെ ഡയറക്ഷനും കൂടെ തന്നിട്ടുണ്ട്. ആ ഡയറക്ഷൻ ഇവിടെ ഫിഗറിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള കർവ്. അപ്പോൾ ഇതിനെ നമ്മൾ ഓരോ പാർട്ടിനെയും -1 -1നെയും 1 -1നെയും ജോയിൻ ചെയ്യുന്ന കർവിനെ നമ്മൾ C1 എന്നുള്ളതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ 2 പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്നതിന് നമ്മൾ C2 എന്നുള്ളതുകൊണ്ടും 1 1 -1 1 എന്നുള്ളതിനെ ജോയിൻ ചെയ്യുന്നതിന് C3 എന്നുള്ളതുകൊണ്ടും -1 1 -1 എന്നുള്ളവയെ ജോയിൻ ചെയ്യുന്നതിന് C4 എന്നുള്ളതുകൊണ്ടും ഡിനോട്ട് ചെയ്യുന്നു. Then C is composed of smooth curves C1, C2, C3 and C4. Therefore, the parametric representation, okay.
Now we are representing c1, therefore നമുക്കറിയാം therefore integral over c x square y cube dx minus xy square dy is equal to integral over c1 plus integral over c2 plus integral over c3 plus integral over c4 എന്നുള്ള ഫോർമുല റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് integral over c എന്നുള്ളതിന് പകരം integral over c1 plus integral over c2 plus integral over c3 plus integral over c4 എന്നുള്ള ഫോർമുല എടുക്കാം. ഇനി ഓരോ കർവിലും integral over c1 എടുക്കുന്നു. integral over c1 എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഇതിനെ പാരാമെട്രിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ പാരാമെട്രിക് ഫോം ഇവിടുത്തെ c1 എന്ന് പറയുന്ന കർവ് എന്ന് പറയുന്നത് -1 1-1നെയും ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ആണ്. അപ്പോൾ ഇതിനെ പാരാമീറ്ററൈസ് ചെയ്യാൻ എളുപ്പമാണ്. y എന്ന് പറയുന്നത് -1 തന്നെയാണ്, എല്ലായിടത്തും -1 ആണ്. x എന്ന് പറയുന്നത് -1 മുതൽ 1 വരെ വേരി ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ പാരാമീറ്ററൈസേഷൻ എന്ന് പറയുന്നത് x equal to t, y equal to -1 less than or equal to t less than or equal to 1. അപ്പം ഇനി നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാരാമെട്രിക് ഫോമിലേക്ക് മാറ്റണമെങ്കിൽ dx എന്നുള്ളതിനെ നമുക്ക് എന്താ പറ്റും, x equal to t ആണ്, അതുകൊണ്ട് dx is equal to dt ആണ്. y equal to -1 ആണ്, dy equal to 0 ആണ്. Therefore integral over c1 x square y cube dx minus xy square dy equal to integral -1 to 1 x ന്റെ സ്ഥാനത്ത് t എന്നുള്ള വാല്യൂ കൊടുക്കുക, t square into y ന്റെ സ്ഥാനത്ത് -1 എന്നുള്ള വാല്യൂ കൊടുക്കുക, -1 whole cube dx is equal to dt minus t into x ന് t into y ക്ക് -1 whole square into dy equal to 0. അപ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് ഓഫ് ടി സ്ക്വയർ ഡി ടി എന്നുള്ളതാണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ -t³/3 -1 to 1 equal to -2/3 എന്നുള്ളത്. ഇനി ഇതേപോലെ c2 നെ നമ്മൾ പാരാമീറ്ററൈസ് ചെയ്യുമ്പോൾ c2 എന്നുള്ളത് വരുന്നത് ഇതാണ്. x 1 എന്നുള്ളത് ഫിക്സഡ് ആണ്, y എന്നുള്ളത് -1 തൊട്ട് 1 വരെ വേരി ചെയ്യുന്നു. ഇതേപോലെ c3 എടുക്കാൻ പറ്റും, c4 എടുക്കാൻ പറ്റും. integral over c2 എടുക്കുക, integral over c3 എടുക്കുക, integral over c4 എടുക്കുക. എന്നിട്ട് integral over c കാണാൻ വേണ്ടിയിട്ട് ഈ 4 ഇൻ്റഗ്രൽസിൻ്റെയും കൂടെ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് integral over c എന്നുള്ളത് നമുക്ക് കിട്ടും. ഇത്രയാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലംസിൽ ചെയ്യാനുള്ളത്. ഇനി നിങ്ങളുടെ എക്സസൈസിലുള്ള കുറച്ച് പ്രോബ്ലംസ്, ലൈൻ ഇൻ്റഗ്രൽസ് ഇൻ സ്പേസ് എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതിലുള്ള എക്സസൈസിലുള്ള കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യണം. അപ്പോൾ ഇതിലുള്ള എക്സസൈസിലുള്ള പ്രോബ്ലംസ് എന്നുള്ളത് സപ്ലിമെൻ്ററി പ്രോബ്ലംസിൽ 1 തൊട്ട് 12 വരെയുള്ള പ്രോബ്ലംസ്, 12 ഇതുവരെയുള്ള പ്രോബ്ലംസ് ഇതേപോലെയുള്ള പ്രോബ്ലംസ് ആണ് വരുന്നത്. 13 തൊട്ട് ലൈൻ ഇൻ്റഗ്രൽസ് ഇൻ സ്പേസ് വഴിയിലാണ് വരുന്നത്. ഇതിലെ ഫസ്റ്റ് 2 പ്രോബ്ലംസ് ജസ്റ്റ് ഇവാലുവേഷൻ മാത്രമാണ് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. നിങ്ങൾ ഈ പ്രോബ്ലംസ് മസ്റ്റ് ആയിട്ടും ചെയ്യണം. നെക്സ്റ്റ് 1 ഡേയുടെ ഉള്ളിലായിട്ട് നിങ്ങളത് ചെയ്ത് ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.